Dr. Radhakrishnan was, you know, that he was a great teacher of ours. While he was Vice Chancellor in Patna, he was invited for a lecture tour in America in 1934-36 time. And he went to Chicago and he was addressing the students of the university there. You know that in the Western system, whoever is the resource person, after he speaks, the audience is free to ask questions. ഇവിടെ റിസോഴ്സ് പേഴ്സണിന്റെ ഭാഗ്യം എന്ന് പറയുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഇല്ല. താമസിച്ചു വന്നിട്ട് നേരത്തെ പോകുന്നത് കൊണ്ട് റിസോഴ്സ് പേഴ്സണ് ക്വസ്റ്റ്യനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. സാധാരണ ഉള്ളൊരു ഇതാണ്. പക്ഷെ അവിടെ അത് നടപ്പില്ല എന്നുള്ളതാണ്. ടൈം ഈസ് കറക്റ്റ്ലി arranged in such a way that no resource person can escape questions from the floor. അപ്പോൾ അദ്ദേഹത്തിന് പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ a girl of 18 or 19 stood up. അപ്പോൾ അമേരിക്കയിൽ നമ്മുടെ പോലെ സാർ എന്ന് പ്രസിഡന്റിനെ പോലും വിളിക്കുന്നില്ലല്ലോ, മിസ്റ്റർ പ്രസിഡന്റ്. അപ്പോൾ ഈ പെൺകുട്ടി എഴുന്നേറ്റിട്ട് മിസ്റ്റർ രാധാകൃഷ്ണൻ might have been shocked. ഇന്ത്യയിൽ എല്ലാവരും ഇങ്ങനെ സാറെന്ന് വിളിച്ച് കേട്ടിട്ട് ആദ്യമായിട്ടൊരു കൊച്ചു പെൺകുട്ടി വൈസ് ചാൻസലർ ആയിരിക്കുന്ന ഒരാളോട് പറയാണ്, മിസ്റ്റർ രാധാകൃഷ്ണൻ, മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ? He said, yes, you can. Then she said, you are considered to be a celebrity teacher and a celebrity philosopher. Which, in your view, is the most difficult job in the world? Which is, in your view, the most difficult job in the world? Story goes that Radhakrishnan did not hesitate even a moment. ഒരു നിമിഷം പോലും ആലോചിക്കാതെ he gave the answer. My dear young friend, to teach a teacher is the most difficult job in the world. 100 വർഷം മുമ്പ് രാധാകൃഷ്ണൻ പറഞ്ഞതാണ്. ഇപ്പോഴും നമുക്കറിയാം. That is the same. To teach a teacher is the most difficult job in the world. കാരണം നമ്മൾ പഠിക്കില്ല. നമുക്ക് പഠിപ്പിക്കുന്ന ആരും പഠിപ്പിക്കുന്നത് നമുക്ക് ഇഷ്ടവുമല്ല. അപ്പൊ ദാറ്റ് ഈസ് നേച്ചർ. അപ്പൊ രാധാകൃഷ്ണൻ എത്ര ഭംഗിയായിട്ട് ഒരു ടീച്ചറുടെ മൈൻഡ് റീഡ് ചെയ്തു എന്നുള്ളതാണ്. ബീയിങ് എ ടീച്ചർ ഫോർ ലോങ്. അതാണ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ്. ഇഫ് ടീച്ചിങ് ഈസ് എൻ ആർട്ട്, ആർട്ടാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ we have to agree that it is a performing art. Teaching is a performing art. അപ്പോൾ നമുക്കറിയാം, ഒരു ഡാൻസ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഡാൻസിന് പ്ലാറ്റ്ഫോം, when the dancing girl or the dancing boy comes, in half a minute, if he is a true artist or she is a true artist, he or she will draw the entire attention or the concentration of the whole audience on him or her, isn't it? By the expression on the face, by the movement of the eyes, by the gestures, by the whole body language, the artist is doing that. In a platform, we know that the teacher also has to do the same. He is performing. His class is a performing art. She has to convert it into that. Then only he or she can catch the full attention, full concentration of the student. അതുകൊണ്ടാണ് നമ്മളോട് അറിവുള്ള അധ്യാപകർ പറയും, ക്ലാസ്സിൽ ചെന്നാൽ ഒരിക്കലും നെവർ ലുക്ക് ഡൗൺ. ടീച്ചേഴ്സിനോട് പറയുമല്ലോ, ചില ടീച്ചേഴ്സ് എപ്പോഴും തല കുമ്പിട്ടിട്ടാണ്. അത് എളിമ കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുക. ഇറ്റ്സ് എ ലാക്ക് ഓഫ് കോൺഫിഡൻസ്.
നല്ല ടീച്ചറാണെങ്കിൽ ലുക്ക് സ്ട്രെയിറ്റ് ഇൻടു ദി ഐസ് ഓഫ് ദ സ്റ്റുഡൻസ്. നേരെ നമ്മൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കിയാൽ we can make them submissive. അവർ നമ്മൾക്ക് കീഴ്പ്പെടുക. നമ്മൾ കണ്ണിലേക്ക് നോക്കുമ്പോൾ അതാണ്. അപ്പൊ കുട്ടികളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കാനും പാടില്ല. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കോമൺ സെൻസ് വേണമെന്ന് പറഞ്ഞത്. പക്ഷെ നോക്കേണ്ടപ്പം നോക്കാനും അറ്റൻഷൻ നമ്മളിലേക്ക് ഡ്രോ ചെയ്യാനുമുള്ള ഒരു കോമ്പിറ്റൻസി ടീച്ചർക്ക് വേണം. അതാണ് നമ്മുടെ ഒരു സക്സസ് പോയിന്റ്. അപ്പോ നമ്മൾ ടീച്ചിങ്ങിനെ അങ്ങനെ കാണണം. എന്തുകൊണ്ടാണ് പലപ്പോഴും ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾ ഇരുന്ന് ഉറങ്ങുന്നത്? പലപ്പോഴും നമ്മൾക്ക് ഉള്ള ഒരു പരാതി, നമ്മുടെ കുട്ടികൾ ഉറങ്ങുന്നു എന്നാണ്. ക്ലാസ്സിൽ ഉറങ്ങുന്നു, ഉറങ്ങിപ്പോവും. നമ്മുടെ പലരുടെയും ക്ലാസ് വരുമ്പോൾ ഉറങ്ങിപ്പോവും. അത് അവരുടെ കുറ്റമല്ല. പക്ഷേ ഉറങ്ങുന്നതിന് ഞാൻ എൻ്റെ ക്ലാസ്സിലും കുട്ടികളിരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ പക്ഷേ ഉറങ്ങിയ ഒരു കുട്ടിയെ പോലും എഴുന്നേൽപ്പിച്ചു നിർത്തി ആക്ഷേപിക്കോ വഴക്കു പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഉറങ്ങുന്ന കുട്ടിയുടെ നേരെ നമ്മൾ നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന കുട്ടി കൂടുതൽ സ്മാർട്ട് ആവാൻ അവനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചാലും ഞാൻ പറയുന്നു, ലെറ്റ് ഹിം സ്ലീപ്, അവൻ ഉറങ്ങിക്കോട്ടെ, അവനെ വിളിക്കണ്ട. കാരണം എന്താണെന്ന് നമുക്കറിയാം. കാരണം ഇപ്പം മനുഷ്യർക്കൊന്നും ഉറക്കമില്ലാത്തൊരു കാലമാണ്. ഉറക്കം കിട്ടാൻ വേണ്ടി എത്രയോ പേരാണ് 3 മണിക്കൂർ ഉറക്കം കിട്ടാൻ വേണ്ടി 6 ഗുളിക കഴിച്ചിട്ട് കിടക്കുന്ന ആളുകളുള്ള കാലമാണ്. അപ്പൊ സത്യത്തിൽ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന കണ്ടാൽ അവനെ വിളിച്ചുണർത്തുകയല്ല, നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ, ഇവന് ഇത്രയും നല്ല ഉറക്കം കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ്. നമ്മൾ അവനെ ഡിസ്റ്റർബ് ചെയ്യാനല്ല പോകുന്നത്. ഇവൻ എന്തോ ഒരു ദൈവം നീ കനിഞ്ഞ് അനുഗ്രഹിച്ചല്ലോ ഇവൻ ഇത്രയും നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. എന്നോട് ഒരിക്കല് അഴീക്കോട് മാസ്റ്റർ പറഞ്ഞത്, മറ്റൊരു തരത്തിൽ ഈ ടീച്ചർ ഇതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കണം. നമ്മളതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഈ സ്റ്റുഡന്റിന്റെ നേരെ നമ്മൾ കയർക്കുന്നത് ഉറങ്ങുന്നതിന്. അഴീക്കോട് മാസ്റ്റർ പറഞ്ഞത്, ഒരു സ്റ്റുഡന്റ് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുമ്പോൾ ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ടു അസ്. അപ്പൊ നമുക്ക് അത്ഭുതം തോന്നും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ കൂട്ടിയിരുന്ന് ഉറങ്ങുന്നത്? അവൻ ഈ സാറിലുള്ള ഒരു വിശ്വാസമാണ്. എന്ന് വെച്ചാൽ ഈ സാർ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന കാലത്തോളം എനിക്ക് സേഫായിട്ട് ഉറങ്ങാം. എന്റെ കാര്യം സാറ് നോക്കുന്നുള്ളതാണ്. സാറിന്റെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണെന്നുള്ളൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റിയിലാണ് അവൻ ഉറങ്ങുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അവനോടൊരു വിരോധം തോന്നേണ്ട ഒരു കാര്യമില്ല. അവിവാഹിതനായ അഴീക്കോട് പറഞ്ഞ വേറൊരു കാര്യം, പെൺകുട്ടിയാണ് ക്ലാസ്സിലൊരു ഗേൾ സ്റ്റുഡൻ്റ് ആണ് ഉറങ്ങുന്നതെങ്കിൽ ടീച്ചർ എന്തു പറയണം? അപ്പോൾ ഒന്നും പറയരുത്. ഉറക്കമൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ആ കുട്ടിയെ വിളിച്ചിട്ട് പറയണം, നീ കാണാൻ എത്ര മിടിക്കുക, പക്ഷെ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുന്ന കണ്ടാൽ ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ അവൾ ആയുസ് പിന്നെ ഉറങ്ങിയത്, രാത്രി പോലും അവൾ ഉറങ്ങിയത്. അതാണ് അഴീക്കോടിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ. അതാണ്, ഒരു പെൺകുട്ടിയോട് നീ ഉറങ്ങുന്നത് കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ അവൾ പിന്നെ ആയുസിൽ ഉറങ്ങിയില്ല. അപ്പൊ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് എ ടീച്ചർ ക്യാൻ മാനേജ് ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം ഞാൻ വിചാരിക്കും. വേറൊരു പോയിന്റ് ഈസ് ദാറ്റ് വെദർ വി ആർ ആൻ ഇഫക്റ്റീവ് ടീച്ചർ. നമുക്ക് അറിവുണ്ടായിരിക്കാം, നമുക്ക് പാഠവും ഉണ്ടായിരിക്കാം, പക്ഷെ വെദർ വി ആർ ആൻ ഇഫക്റ്റീവ്, വെദർ വി ആർ ഇഫക്റ്റീവ് ആസ് ടീച്ചേഴ്സ്. അപ്പൊ അത് പല ക്രൈറ്റീരിയനാണ് എടുക്കാവുന്നത്, പലതെടുക്കാം. അപ്പൊ ഒന്ന് ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതിന്റെ ഒരു കാരണം പറയുന്നത് അറിവുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, പ്രൊഫസർ സാമുവൽ മത്തായി സാർ
He was our vice chancellor while I was a student. അതേ UGCയുടെ സെക്രട്ടറി ആയിരുന്നു ആദ്യം, പിന്നീടാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. അപ്പം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇഫ് എ ടീച്ചർ, ഞങ്ങളുടെ ഒരു ടീച്ചേഴ്സ് സെമിനാറിന് അദ്ദേഹം വന്നപ്പോൾ പിന്നീട്, if a teacher is feeling tense before he goes to a class, and if he feels tired after completing his class, he must be considered as an effective teacher. ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ടെൻഷൻ തോന്നണം. ക്ലാസ് നന്നാവും, ക്ലാസ് എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റുമോ, ക്ലാസ് എടുത്തിട്ട് ഇറങ്ങുമ്പോൾ ക്ഷീണവും തോന്നും. കാരണം നമ്മുടെ എഫേർട്ട്, ബോഡി ആൻഡ് മൈൻഡ്, അതിൻ്റെ ടോട്ടൽ ഇൻവോൾവ്മെന്റ് വരും. അപ്പൊ നമുക്ക് ക്ഷീണമില്ലെങ്കിൽ, ക്ലാസ് എടുത്തു കഴിഞ്ഞും ക്ഷീണമില്ലെങ്കിൽ, അതിന്റെ അർത്ഥം വി ഡിഡ് നോട്ട് ഇൻവോൾവ് അവർസെൽവ്സ്. ഇപ്പോ ഒരച്ഛൻ കുർബാന ചൊല്ലി കഴിയുമ്പോൾ അച്ഛന് ക്ഷീണം തോന്നും. കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് അച്ഛന് ടെൻഷനും തോന്നണം, കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അച്ഛന് ക്ഷീണവും തോന്നും. രണ്ടും ഇല്ലെങ്കിൽ അച്ഛൻ ഒട്ടും ഇഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. ആസ് എ പ്രീസ്റ്റ് ഈസ് നോട്ട് ഇഫക്റ്റീവ്. കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ മുമ്പ് നിൽക്കുന്നതിന് മുമ്പുള്ള ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. മുമ്പേ പറഞ്ഞ പോലെ അയോഗ്യനാണ്, ഐ എം എ മാൻ ഓഫ് ലാപ്സസ്, യു ഫോർഗീവ് മീ. ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ ടോട്ടൽ ഇൻവോൾവ്മെന്റ് ഓഫ് ഹിസ് ബോഡി, സോൾ, എവറിത്തിങ്, he must feel tired. ഇത് തോന്നുന്നില്ലെങ്കിൽ അത് കാണുന്നത് നമുക്കും പ്രയോജനമില്ല. അച്ഛന് ഇഫക്റ്റീവ് അല്ലെങ്കിൽ പൂജയ്ക്ക് ഇഫക്റ്റ് ഇല്ല. അപ്പൊ പൂജാരി ആയാലും അച്ഛനായാലും when he offers, that is why we say performing a puja എന്നല്ല പറയും. performing a puja, അതിനൊരു അർത്ഥം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും അതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. പെർഫോമിങ് എ പൂജയാണ്. അപ്പൊ അതിന് ക്ഷീണം വന്നേ പറ്റും. നന്നായിട്ട് കുക്കിംഗ് നടത്തുന്ന ഒരു ഹൗസ് വൈഫിന് നിങ്ങൾക്കറിയാം, ഭക്ഷണം ഒന്നാന്തരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ഷീണം തോന്നണം. ഉണ്ടാക്കുന്നതിന് മുമ്പ് ടെൻഷനും തോന്നണം, ഇത് ശരിയാവും, ഞാനിത് ഉണ്ടാക്കുന്നത് ശരിയായിട്ട് വരുമോ, പുഡിംഗ് ഉണ്ടാക്കിയ പായസമായി പോകും. ആലോചിക്കേണ്ട ഒരു അത് നാച്ചുറലി നിങ്ങൾക്ക് അതിന്റെ ടെൻഷൻ ഉണ്ടാവും. ഈ കുക്കിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണവും തോന്നും. ഒരുപാട് ഡൈവോഴ്സിന്റെ കാരണം ഈ കുക്കിങ്ങിന് മുമ്പ് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്ത, ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ഷീണമില്ലാത്ത. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന കാര്യങ്ങൾ. അപ്പൊ ഒരു ടീച്ചർക്ക് ഇതുണ്ടാവണം. ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ടീച്ചർക്ക് ടെൻഷൻ വേണം, ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോൾ ടീച്ചർക്ക് ക്ഷീണവും വേണം. അപ്പോഴാണ് ഇഫക്റ്റീവ് ടീച്ചർ. ഞാൻ വൈസ് ചാൻസലർ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ന്യൂ വൈസ് ചാൻസലേഴ്സിന് UGC ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. ന്യൂ വൈസ് ചാൻസലേഴ്സ്. അപ്പോൾ ഞങ്ങളൊരു 12 പേര് ഡൽഹി വിളിച്ച് 3 ദിവസത്തെ ഒരു ഓറിയന്റേഷൻ, ഹൗ ടു ബി ആൻ ഇഫക്റ്റീവ് വൈസ് ചാൻസലർ. അപ്പോൾ ഡോക്ടർ HP ദീക്ഷിത് എന്ന് പറഞ്ഞ അന്ന് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹമാണ്. അതിനു മുമ്പ് ഡൽഹി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു, പഞ്ചാബിൽ ഒരിക്കൽ വൈസ് ചാൻസലർ, 2-3 തവണ വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, when you go back to your university, the first thing that you have to do now is that you undergo a thorough medical checkup. തിരികെ ചെന്നാൽ ഉടൻ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. What is your pulse rate, your blood pressure, your diabetes, your cholesterol. Then you wait for 1 year. Do your job as vice chancellor. After 1 year, again you undergo a medical checkup, executive medical checkup at the expense of the university. എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ രണ്ടാമത്തെ ചെക്കപ്പ് കഴിയുമ്പോൾ, 1 വർഷം കഴിഞ്ഞിട്ട് ഈ ചെക്കപ്പ് നടത്തിയിട്ടും, if you are free from diabetes, from blood pressure, from cholesterol, which means you were totally an ineffective vice chancellor.
ഒരു കൊല്ലം വൈസ് ചാൻസലർ ആയിട്ടും ഇതൊന്നും ഇല്ല, ഈ രോഗങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ that shows you are an ineffective vice chancellor for 1 year. ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ വൈസ് ചാൻസലർഷിപ്പ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതുവരെ ഇല്ലാതിരുന്ന ബ്ലഡ് പ്രഷറും ഡയബറ്റീസും വന്നപ്പോൾ എനിക്കൊരു സന്തോഷമായി. മരുന്നിനോ കാശ് പോകുമെങ്കിലും നമ്മളൊരു ഇൻഇഫക്റ്റീവ് ആയില്ല. അപ്പോൾ ദിസ് ഈസ് സംതിങ് വിച്ച് മസ്റ്റ് സാറ്റിസ്ഫൈ us. Whether you are an effective teacher or whether you are an ineffective teacher. അപ്പോൾ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ടെൻഷൻ വേണം, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ക്ഷീണവും വേണം. അപ്പോൾ ടീച്ചർ ഈസ് ഓൾവേസ് ടു ബി എ മെന്റർ. ഇപ്പോഴത്തെ ഒരു മേജർ ക്രൈസിസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദാറ്റ് now teachers are no more mentors. അതാണ്. This is a combined role. You have to shape the future, the destiny, the character, the value orientation of your students. അപ്പോൾ അതൊരു മെന്റർക്ക് ചെയ്യാൻ പറ്റും. അത് വാക്കുകൊണ്ട്, അനുഗ്രഹം കൊണ്ട്, ഗൈഡൻസ് കൊണ്ടൊക്കെ വരേണ്ടതാണ്. അറിയാതെ വരുന്നതാണ്. അത് ടീച്ചർ സ്റ്റുഡന്റ് ഒരു ഇക്വേഷനാണ്. അതിന്റെ ഫലമായിട്ടാണ് ടീച്ചർ ഈസ് ബിക്കമിങ് എ മെന്റർ ഫോർ ഹിം. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കും അത് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഞാൻ എനിക്കുണ്ടായിരുന്ന ഒരു ഗുഡ് ഫോർച്യൂൺ ഇൻ മൈ ലൈഫ് ഈസ് ദാറ്റ് ഐ ഹാഡ് ദ ഗുഡ് ഫോർച്യൂൺ ഓഫ് ബീയിങ് ടോട്ട് ബൈ ഗ്രേറ്റ് ടീച്ചേഴ്സ്. ഞാൻ പാലായിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പനമ്പള്ളി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു പറഞ്ഞ KC സെബാസ്റ്റ്യൻ ആയിരുന്നു മൈ മാസ്റ്റർ. ആൻഡ് ഹി ടോട്ട് മീ ഇംഗ്ലീഷ് സ്കൂളിൽ. കോളേജിൽ വന്നപ്പോൾ പ്രൊഫസർ KM ചാണ്ടി, ഹു ബിക്കെയിം ഗവർണർ ഇൻ 3 states later, he was my English professor. എൻ്റെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ A.T. ദേവസ്യ വാസ് മൈ ഹിസ്റ്ററി പ്രൊഫസർ. കേരള യൂണിവേഴ്സിറ്റിയിൽ പിന്നീട് വൈസ് ചാൻസലർ ഡോക്ടർ A.V. വർഗീസ് വാസ് മൈ ഇംഗ്ലീഷ് ടീച്ചർ. ഞാൻ എൻ്റെ PhD വർക്ക് ചെയ്തത് അണ്ടർ ഡോക്ടർ V.K. സുകുമാരൻ. ഹി വാസ് ഓൾസോ വൈസ് ചാൻസലർ. നോ മോർ, മരിച്ചു. ഞങ്ങളുടെ പോളിറ്റിക്സ് പ്രൊഫസറായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. I had the good fortune of being taught by such illustrious teachers. I thank God for that. പക്ഷെ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇവർ മെന്റേഴ്സ് ആവുന്നത്? Because they were great, really great teachers. ഒരൊറ്റ ഇൻസിഡന്റ് എൻ്റെ ലൈഫിനെ മാറ്റി ഞാൻ വിചാരിക്കുന്ന ഒരൊറ്റ വാക്ക് അനുഗ്രഹം. ഡോക്ടർ V.K. സുകുമാരൻ നായർ സാറ് ഒരു, നമ്മൾ പറയല്ലോ, വലിയ എക്സ്പ്രഷൻസ് ഒന്നുള്ള ആളല്ല. കുട്ടികളോട് വലിയ ഇഷ്ടമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനോട് ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും എക്സ്പ്രസ് ചെയ്യുക, കാണുമ്പോൾ തോളി തട്ടുകയില്ല, കെട്ടിപ്പിടിക്കുകയില്ല, വലിയ ഉറക്കെ സംസാരിക്കുകയില്ല. നമ്മുടെ ഒരു നരസിംഹറാവു സ്റ്റൈലാണ്, കോംപ്ലിമെൻ്റ് ആയിട്ട് നരസിംഹറാവു. എല്ലാം ഒരേ സ്ഥിതപ്രജ്ഞരാണ്. എന്തു വന്നാലും അധികം ചിരിക്കുകയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ. അതാണ് ഒന്നും ഒരു പരിധിക്കപ്പുറത്തോട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നുമില്ല. ബട്ട് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വി ഹാവ് ദ ഫീൽ ഓഫ് ഹിസ് വാംത്ത് ആൻഡ് ലവ്. നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻസ് നിന്നല്ല. ഹിസ് വെരി പ്രസൻസ് വിൽ മേക്ക് us ഫീൽ ദ വാംത്ത് ദാറ്റ് ഹി ഈസ് ഹാവിങ് ഫോർ us. അപ്പോൾ എൻ്റെ PhD തീസിസ് സബ്മിറ്റ് ചെയ്ത് 2-3 ആഴ്ച കഴിയുമ്പോഴാണ്, നേരത്തെ തന്നെ അദ്ദേഹം വൈസ് ചാൻസലർ ആയിരിക്കുമെന്ന് കേട്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈസ് ചാൻസലർ അപ്പോയിൻമെൻറ്റ് വരും. ഞാനപ്പോൾ പല കോളേജിൽ പഠിപ്പിക്കുന്ന കാലമാണ്, 1977. അദ്ദേഹം ചാർജ് എടുക്കുന്ന അന്ന് രാവിലെ ഞാനൊരു ബസ് കയറി, പാലായിൽ നിന്ന് 5:30 മണിക്കുള്ളൊരു ബസ് കയറി ട്രിവാൻഡ്രത്ത് പോയി. 10 മണിക്ക് അദ്ദേഹം ചാർജ് എടുക്കുന്ന സമയത്ത് I was also there. അപ്പം ഞാൻ വൈസ് ചാൻസലറുടെ ചേംബറിൽ ആദ്യം കയറുന്നതാണ്. ഏറ്റവും ബാക്കിലെ റോയിൽ ഒരു കസേരയിൽ പോയി ഞാനിരുന്നു. മുമ്പിലൊക്കെ VIP-കളാണ്, അന്നത്തെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, പ്രൊഫസേഴ്സ്.
മേയർ അങ്ങനെയുള്ളവരൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇദ്ദേഹം എന്നെ കണ്ടു. ഞാൻ പുറകിലിരുന്ന് എഴുന്നേറ്റൊന്ന് വണങ്ങി. അദ്ദേഹം അത് കണ്ടു, അക്നോളജ് ചെയ്ത്. അത്ര അദ്ദേഹം 10 മണിക്ക് എഴുതി ഒപ്പിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെയും അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങിപ്പോയി. അവരവർ പോവുകയാണ്. അപ്പോൾ ഐ വെയിറ്റഡ് ടിൽ ദ ലാസ്റ്റ്. എല്ലാവരും പോയി കഴിയുന്നവർ എല്ലാവരും പോയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ കസേരയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഞാനിങ്ങനെ മേശയ്ക്ക് പുറത്ത് നിന്ന് കൈകൂട്ടിയിട്ട്, അതേ എന്നോട് വലിയ ഇഷ്ടമാണ്. കൈകൂട്ടിയിട്ട് ഞാൻ അല്പം ഒന്ന് തല കുനിച്ച് പറഞ്ഞു, സർ, ഐ എം സോ പ്രൗഡ് ദാറ്റ് മൈ ടീച്ചർ ഹാസ് ബിക്കം ദ വൈസ് ചാൻസലർ. എനിക്കറിഞ്ഞുകൂടാ എന്ത് ഡെസ്റ്റിനി അവിടെ വർക്ക് ചെയ്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം അത് തലകുലിക്കൊന്ന് ചിരിക്കേണ്ടതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ മാക്സിമം അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാനിങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന എൻ്റെ ഈ കൂപ്പിയ കൈ അദ്ദേഹത്തിൻ്റെ 2 കൈകളും കൊണ്ട് അങ്ങ് പൊതിഞ്ഞു. ജസ്റ്റ് എ മൂമെന്റ്. എന്നിട്ട് പറഞ്ഞു, തോമസ്, വൺ ഡേ യു വിൽ ഓൾസോ സിറ്റ് ഓൺ ദിസ് ചെയർ. എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ എന്ത് സിറ്റുവേഷനിലാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിച്ചത്. How destiny had played its intervention on that moment. It happened in 1977. 1998 I was made the Pro Vice Chancellor in Kerala University. 2000 അന്നത്തെ വൈസ് ചാൻസലർ റിട്ടയർ ചെയ്തപ്പോൾ ഗവർണർ made me the acting vice chancellor. അപ്പോൾ ഞാൻ ചാർജ് എടുക്കണം. ഞാനിത് മറന്നുപോയി. കാരണം അന്ന് പ്രൈവറ്റ് കോളേജിലെ ഒരു ടീച്ചർ വൈസ് ചാൻസലർ ആവുന്ന കാലമല്ല സാറ് ഇങ്ങനെ പറയുമ്പോൾ. I happened to be the first vice chancellor from among the private college teachers. ഒരു ഗുരുവിൻ്റെ കൃപയോടെയുള്ള ഒരു വാക്ക് എങ്ങനെ ഒരു സിസ്റ്റത്തെ മാറ്റി എന്നാണ് ഞാൻ പറയുന്നത്. അന്നേ വരെ ഒരു വൈസ് ചാൻസലർ പ്രൈവറ്റ് കോളേജിൽ നിന്ന് വന്നിട്ടില്ല. അപ്പം ഞാൻ ചാർജ് എടുക്കാൻ വേണ്ടി കസേരയിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോൾ, പഴയ കസേര തന്നെയാണ്, പെട്ടെന്നാണ് ഇറ്റ് സ്ട്രക്ക് മീ. 21 കൊല്ലം മുമ്പ് ഈ കസേരയുടെ മുമ്പിൽ വന്ന് ഞാനിങ്ങനെ തലവണങ്ങി കൈകൂപ്പി നിൽക്കുമ്പോഴാണല്ലോ സുകുമാരൻ നായർ സാറ് എൻ്റെ കൈ കൂട്ടി പിടിച്ചിട്ട്, തോമസ്, വൺ ഡേ യു വിൽ ഓൾസോ സിറ്റ് ഓൺ ദിസ് ചെയർ എന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഓർത്തു. ഐ വാസ് എമോഷണലി എക്സൈറ്റഡ് നാച്ചുറലി. എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ സെക്രട്ടറി അവിടെ ഒരു സീനിയർ ജോയിന്റ് രജിസ്ട്രാർ നാരായണപിള്ളയാണ്. അയാൾ വാസ് സോ സർപ്രൈസ്ഡ്. അയാൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അയാൾ വിചാരിച്ചു ഞാൻ വൈസ് ചാൻസലർ ആവുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആക്ടിങ് ആണെങ്കിലും വൈസ് ചാൻസലറിൻ്റെ അതാണെന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പം ഞാൻ അല്പം എമോഷണലി ചാർജ്ഡായിട്ട് കസേരയിൽ ഇരുന്നിട്ട് ഒപ്പിട്ടപ്പോൾ സാറിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് എൻ്റെ കൈ അല്പം വിറയ്ക്കുകയും ചെയ്തു. രജിസ്ട്രാർ പോയി കഴിഞ്ഞപ്പോൾ ഈ പ്രൈവറ്റ് സെക്രട്ടറി എന്നോട് ചോദിച്ചു, സാർ വല്ലാതെ എമോഷണൽ ആയതുപോലെ തോന്നുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നാരായണപിള്ളേ, ഐ ഹാവ് എ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദാറ്റ്. എന്നിട്ട് ഞാൻ ഈ കഥ പറഞ്ഞു. നാരായണപിള്ള സുകുമാരൻ നായർ സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് യൂണിവേഴ്സിറ്റി. ഞാൻ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോൾ നാരായണപിള്ള നിന്ന് കരയുകയാണ്. When I was recollecting this incident to him, he was in tears. അപ്പം ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് ഒരു ടീച്ചറുടെ ഒരു വാക്ക് ഒരു ശിഷ്യന്റെ മേൽ അനുഗ്രഹമഴയായി പെയ്തിറങ്ങുന്നതെന്നുള്ളതാണ്. ഒരു സിസ്റ്റത്തെ തന്നെ മാറ്റാൻ പവർഫുള്ളായിട്ടാണ്. അപ്പോൾ നിങ്ങൾ യു മസ്റ്റ് ബി കോൺഷ്യസ് ഓഫ് ദ പവർ ഓഫ് ദ വേർഡ് ദാറ്റ് യു ആർ യൂസിങ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിന് അനുഗ്രഹമായാലും ശാപമായാലും അതിന് വലിയ പവർ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കണം.
അതുകൊണ്ട് ശപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അനുഗ്രഹിക്കാൻ എപ്പോഴും ഓർമ്മിക്കുക എന്നതാണ്. That is what I have to request you as one who benefited from the blessings of my own teacher. Dr. George Samuel എന്ന് പറയുന്ന എഡ്യൂക്കേഷനിസ്റ്റ് ആണ്, സെലിബ്രിറ്റി എഡ്യൂക്കേഷനിസ്റ്റ്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ്, വലിയ സ്കോളറാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ 2 ആൺകുട്ടികൾ, 14 വയസ്സ് 18 വയസ്സുള്ളവർ, 10 ലക്ഷത്തിൽ 1 കുട്ടിക്ക് വരുന്ന രോഗം ഈ 2 കുട്ടികൾക്ക് വന്ന് അവരുടെ പേശികളും മജ്ജകളൊക്കെ ഇങ്ങനെ ക്ഷയിച്ച് അങ്ങനെ പോകുന്നത്. അപ്പോൾ they had to be cared. അപ്പോൾ ഒരു ചികിത്സയില്ല, only care. അപ്പോൾ ജോർജ് സാമുവൽ സാറും വൈഫും ഇംഗ്ലണ്ടിലെ ജോലി ഉപേക്ഷിച്ച് തിരുവല്ലയിൽ വന്ന് സെറ്റിൽ ചെയ്ത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് they dedicated their life. അപ്പോൾ 2 പേരും മരിച്ചുപോയി. സാർ ഇപ്പോഴും ഉണ്ട്, സാറിൻ്റെ വൈഫ് മരിച്ചു. സാർ ഒരിക്കൽ എന്നോട്, ഞങ്ങൾ ഇങ്ങനെ, അദ്ദേഹം ഒരു റിസോഴ്സ് പേഴ്സണാണ്. ഒരിക്കൽ അദ്ദേഹവും ഞാനും കൂടി ആ വൈസാസന സമയത്തൊരു കോളേജിൽ പോകുമ്പോൾ ടീച്ചേഴ്സിൻ്റെ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കാണ് ഞാൻ എപ്പോഴും മറക്കാത്തത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ, ടീച്ചർ ഷുഡ് ഓൾവേസ് ബി ലൈക്ക് എ പ്രഗ്നന്റ് വുമൺ. എ ടീച്ചർ ഷുഡ് ഓൾവേസ് ബി ലൈക്ക് എ പ്രഗ്നന്റ് വുമൺ doing no harm to the child. എത്ര അർത്ഥവത്തായ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഓഫ് എ ടീച്ചറാണ്. എ ടീച്ചർ ഷുഡ് ഓൾവേസ് ബി ലൈക്ക് എ പ്രഗ്നന്റ് വുമൺ. വിചാരിച്ചിട്ട് ആണുങ്ങൾ സാറന്മാർ അങ്ങനെ അപ്പിയർ ചെയ്ത് നടക്കാൻ ശ്രമിക്കണമെന്നല്ല. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് എ പ്രഗ്നന്റ് വുമൺ, that doing no harm to the child. As teachers, we have no right to do harm to these students. We shall never do that. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് വന്നത്. Make your very presence pleasant. അതാണ്. നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ യു ഹാവ് ടു എൻഷുർ ദാറ്റ് യുവർ പ്രസൻസ് ഈസ് മേക്കിംഗ് എ പ്ലസന്റ് അറ്റ്മോസ്ഫിയർ. യു ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ആൻ അറ്റ്മോസ്ഫിയറിക് ഡിഫറൻസ് ഇൻ ദ ക്ലാസ്. അത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത്. വെദർ യു ആർ ക്രിയേറ്റിംഗ് എ ന്യൂ അറ്റ്മോസ്ഫിയർ, എ പ്ലസന്റ് അറ്റ്മോസ്ഫിയർ. ആൻഡ് teacher's presence in the class should be a happy presence, not only pleasant, it must be a happy presence. ചില ടീച്ചേഴ്സ് ഒരു ദിവസം ലീവ് എടുത്താൽ, you know that students will celebrate it. അതേസമയം ചില ടീച്ചേഴ്സ് ഒരു ദിവസം ലീവ് എടുത്തു എന്ന് കേൾക്കുമ്പോൾ students will feel very sad. They have a feel of loss. എന്നാ സാറിന് ലീവാന്ന് പറയുമ്പോൾ തന്നെ കുട്ടിയുടെ മൂഡ് പോയി. They feel unhappy. അതാണ് ഞാൻ പറഞ്ഞത്, ടീച്ചർ must always try to create an atmosphere which will make their students happy and pleasant. അപ്പൊ അത് ചില സാറന്മാർ, ഇറ്റ് മസ്റ്റ് ബി എ പോസിറ്റീവ് പ്രസൻസ്. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട്. അതാണ് എ ടീച്ചേഴ്സ് പ്രസൻസ് ഇൻ ദ ക്ലാസ് മസ്റ്റ് ബി എ പോസിറ്റീവ് പ്രസൻസ്. ചില സാറന്മാർ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ക്ലാസ് മുഴുവൻ ടെൻഷനാണ്. സ്റ്റുഡൻസിനും ടെൻഷൻ, അറ്റൻഡർക്ക് ടെൻഷൻ, പ്രിൻസിപ്പലിന് എപ്പോഴും ടെൻഷൻ ഈ സാറിന്. അപ്പൊ അതൊരു whereas ടെൻഷൻ വേണ്ടത് ടീച്ചർക്കാണ്. He should not transmit his tension to the class. അത് ചെയ്യാൻ പാടില്ല.
അപ്പോൾ he must be able to make the class comfortable. നമ്മുടെ very presence കൊണ്ട് you must create a comfortable atmosphere for the students. They must feel comfortable in that class of a teacher and so on. അതാണ്, that will be the measuring rod which will evaluate you whether you are a good teacher, an effective teacher, a successful teacher. അത് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ കംഫർട്ടബിൾ ആക്കുക? ഡോക്ടർ കെ എൻ പണിക്കർ എന്ന് പറയുന്നത് കാലടി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന പണിക്കർ, ഞാൻ കോട്ടയത്തുള്ളപ്പോൾ പണിക്കർ സാറ് കാലടിയിലുണ്ട്. അപ്പം അതേ ഒരിക്കൽ പറഞ്ഞ ഷെയർ സ്റ്റോറി ഓഫ് ഹിസ് ഓൺ എക്സ്പീരിയൻസ്. അദ്ദേഹം ഡൽഹിയിലാണ് പഠിച്ചത്, ഡൽഹിയിലെ ഒരു കോളേജിലാണ് ഇന്റർമീഡിയറ്റ്, ലോങ് ബാക്ക്. അപ്പോൾ ഫസ്റ്റ് ഇന്റർമീഡിയറ്റിന് അദ്ദേഹം ചേർന്ന് പഠിക്കാൻ ചേർന്ന് ഹിസ്റ്ററിയാണ്. യു നോ ദാറ്റ് ഈസ് എ ഹിസ്റ്റോറിയൻ, സെലിബ്രിറ്റി ഹിസ്റ്റോറിയൻ. അദ്ദേഹം ക്ലാസ്സിലിരിക്കുന്നു. അന്നത്തെ ഒരു വലിയ സ്കോളർലി ആയിട്ടുള്ള ഒരു പ്രൊഫസറാണ് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. He was basing his class on R.C. Majumdar, celebrity historian's book. അത് പറഞ്ഞു, ആ ബുക്കും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ he was basing his class on Majumdar. മുഗൾ പീരീഡിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. മുഗൾ എംപയറിനെ പറ്റി ക്ലാസ് എടുക്കുക. ക്ലാസ് എടുത്ത് നന്നായിട്ട് വരുന്ന ഒരു സമയത്ത് 10-15 minutes കഴിഞ്ഞപ്പോൾ one boy stood up from the middle of the row. അപ്പോൾ സാർ ചോദിച്ചു, what is the matter? അപ്പോൾ ഈ പണിക്കർ പറഞ്ഞത്, ആ ചോദിച്ചതിൽ പോലും ആ സാറ് വളരെ കോർഡിയലായിട്ട് what is the matter എന്ന് ചോദിച്ചിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ my dear young friend എന്നാണ് കൂട്ടിച്ചേർത്തത്. That means the boy became comfortable. And the boy said, sir, അതാണ് അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ പണിക്കർ പറയാണ്. The boy became equally courteous. Boy was telling, sir, I am afraid. അവൻ പറഞ്ഞ വാക്കതാണ്, I am afraid what you are saying now is not the correct version. I am afraid എന്നാണ്. അങ്ങ് പറയുന്നത് ശരിയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത്ര ഭംഗിയായ ഒരു അവതരണം. അപ്പൊ ഈ സാർ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? ദേഷ്യപ്പെട്ടില്ല. നമ്മളാണെങ്കിൽ എന്ത് പറയും? യു ഗോ ആൻഡ് ബ്രിങ് യുവർ പേരന്റ് ടുമാറോ. ഇങ്ങനെ ഒരു കടുത്ത ചോദ്യം ചോദിച്ചു. അപ്പോ സാറ് പറഞ്ഞു, സാറ് ചോദിച്ച ചോദ്യം ഡോക്ടർ പണിക്കർ പറയുകയാണ്, വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? അവൻ പറഞ്ഞു, നീലോൽപൽ. അപ്പൊ ചോദിച്ചു, നീലോൽപൽ, ഹാവ് യു എവർ റെഡ് ദിസ് ബുക്ക്? ഹാവ് യു എവർ റെഡ് ദിസ് ബുക്ക്? Then the boy was feeling more confident and said, sir, not once but thrice. Sir, not once but thrice. That is why I disagree that your interpretation is wrong. Then the teacher said, oh great, oh great, you have read it thrice. Then he said, I had been teaching this for the last 20 years. Nilolpal, you go and reread the text. I will also do the same. There comes the humility. How he put the boy comfortable. He is asking the boy to reread the book, and he says, I will also do the same. I had been teaching it for 20 years. No matter. I will also reread. And tomorrow we will decide who is right and who is wrong.
And Panikar told us that the next day he came and he saw the boy had gone to the back end. Then he asked, "Where is Nilolpul?" Then the boy stood up. "Hey Nilolpul, why you have gone to the back? You come to the front." He said, "No sir, I will sit here." Then he said, What has happened?" Then he said, "Sir, I am so sorry. What you said yesterday is correct. I was wrong. Then came the greatness of the teacher. The teacher said, "Nilolpal, even yesterday I knew that you were wrong." There comes the greatness. Even yesterday I knew that you were wrong. But I thought that the best learning is self-learning. Not by arguing that you were wrong. I could have convinced even yesterday, but I am not doing that. I did not do that. Because self-learning is the best learning. So how we can put a class, put our students comfortable is a question that we have to think about. And how we can make our classes interesting. Often we complain that the students are not. I remember once Dr. Arikod came to give a class to us, to the teachers, in Pali, long back. And during his talk, he asked, "What is the word that a teacher is frequently using in the class?" Then nobody answered, as usual. If I ask a question, nobody will answer. But he insisted that there must be an answer from the floor. Then after some time, one smart young teacher stood up and said, "Sir, the word that we maximum use in the class is silence, please." Because always the students will be talking to one another. He said no. Then another smart fellow got up and said, "Sir, get out is the word that we maximum use in the class." He said, "No." Often, many of us, he said, repeatedly say in the class, "Look here." And he asked us why. Why you have to repeat it? Because the students are looking elsewhere. Because they are looking elsewhere, outside. You are asking them to look here. And he told us that what is the answer for that? He said, why they are looking out, why they are looking elsewhere when you are taking your class. He said, because they are convinced that it will be more beneficial to them to look outside than to look on your face, isn't it? Because you are incompetent in explaining what they want to learn. And he said there is only one solution for that. You raise your level of competency as a teacher in dealing that subject and convince your student that it will be more beneficial to him to look on your face than looking elsewhere. So the remedy is, we can make that remedy only by making ourselves competent teachers. Even in the scripture we find, when Jesus was arguing with the Pharisees in the synagogue, they were wonderstruck by the logic of arguments that the Lord was giving at the age of 12. And they were exclaiming, it appears that he speaks with authority. It appears that he speaks with authority. This is what the teacher is also
try to have. What is the teacher's authority? It is his competency in the subject that he or she deals with. If you have that authenticity of knowledge, you can command the class, you can convince the class becomes a successful one. That is what you have to do. So there must be a teacher's effect. Teacher's effect in the class, teacher's effect in the student, in their behavioral pattern, in their vision, in their priorities. How a teacher is. Now everyone, irrespective of religion or region, everyone is acclaiming Pope Francis. Pope Francis has become the most popular person in the world now. Yes. Leader number one. Leader number one. So convincing, yet so simple, so straightforward, so unassuming. But still he is the Pope and people venerate him as the Pope. One instance I will share with you which Father Caril, Father Anthony Caril, who is now the director of the Rajagiri group of institutions, who was with me as member of the syndicate while I was Vice Chancellor, then he was the principal of the Rajagiri. He recently came to Delhi while I was there, some 3-4 months before he came, and he shared with me an experience he had in Rome. He was in Rome for a short visit, and he went to see one of his old friends, Bishop Joseph, who was earlier Bishop of Calicut, who is now in Rome. Yes. Bishop Kalatiparam was Joy earlier. He is now in Vatican. So Father Caril had gone to Bishop Joseph, and Bishop Joseph told Father Caril, "You are so unfortunate. If you were here just half an hour before, you could have met the Pope." Then he was very disappointed. He said, "What happens, Bishop?" He said that the Pope is still living in the 4th room from here. He hasn't shifted to the Pope's room. He is still living with the bishop's quarters. So in the 4th room from the room of Bishop Joseph, Pope was there. Then Father Anthony had one more day in Rome, so he asked the bishop, "Shall I try tomorrow my luck?" And he said, "Then Father, you come at 8:15. Sharp at 8:30, Pope will come out, walking up to the office. It is in front of the room." Then Father Caril told me that the next day he reached the bishop's room by 8 o'clock, not to lose the chance. And sharp at 8:30, Bishop Joseph said, "The Pope is coming out." There was the sound of the opening of the door. Then they came out of the room, and what they saw, Father Anthony was telling me that the Pope carrying a small briefcase in his left hand, with that he was trying to lock his room. No assistant, no boy, even a foreign church vicar will not do the locking of his door himself, isn't it? Will he do? He will ask somebody to do that, isn't it? Here they were so struck with wonder that the Pope was doing it by himself. And he was walking up towards them because he had to pass by that way. Then they greeted the Pope.
And Bishop Joseph introduced. Then Pope stood there for a while. Then he said he is Father Anthony Carril, who was a former prior general of the CMI. CMI, all he knows, Pope knows. And said he is presently the director of the Rajgiri School of Institution. Then Father Anthony was telling me, sir, Pope is so intelligent that the first question, he knew that he was waiting there for what? Pope understood this. So the first question he asked Father Anthony was, Father, do you want to take a photograph with me? Because that is the purpose that a faithful is going, a priest is going. To take a photograph with the Pope and getting it published in the Dibiya or other papers, isn't it? That he was with the Pope. So Pope is so intelligent that he asked the first question. Then Father Anthony said, Your Holiness, that would have been a great privilege. That would have been a great privilege. Father Anthony was telling me, sir, it was unbelievable that the Pope walked back. He asked Father Anthony also to go along with him. He had gone back there, reopened his door, asked him also to go in. Then he pressed a button, called someone and asked him whether the photographer is there. You search and find out the photographer. Then in a minute or so, the photographer rushed in from somewhere, because an official photographer is always there. Then Pope asked the photographer, you take a photograph. So Father Anthony and the Pope stood for a photograph. Pope, after one photograph, he said, you take one more, to make it sure. But still, he was saying that how considerate the Pope was. He said after the second photograph was taken, Pope said, ask the photographer, give me that camera, let me see. Then the Pope himself verified whether the photograph was clear, perfect. Otherwise, Pope could imagine what will be the sense of disappointment that Father Anthony will be having after coming back to Kerala, isn't it? Then he said, he knew that Father Anthony will be doubtful whether he can get the photograph. Then he said, by noon, when you are leaving, Father, he asked. Father said by 12 o'clock. Before that, you will have the copy of the photograph. And he instructed the photographer to do it like that. So what a consideration. What a leadership effect. Is there any wonder that Pope has become so popular around the globe? That is why we say that it is small things which count. Minor things. With very small, insignificant things we think we can do wonders. We can win the hearts of the people. Why the Pope has become so popular? You all might have read in papers, you have seen that photograph also. The Pope was addressing a small group of cardinals in one of the rooms in the Vatican. And a door was half open. A boy of 7 was going with his parents, going round the Vatican, seeing the palace. Then the boy spouted out that Pope was speaking and a small gathering of cardinals. He could not distinguish whether it is cardinal or bishop or priest. What did the boy do? The boy immediately went in, isn't it? Got into the room, walked up to the Pope. And what did the Pope do? Pope was unmoved, isn't it? He was continuing his speech by holding the boy close to him. By holding his hand around the boy and keeping him close to him, he continued. Everyone was surprised, shocked.
ഇവിടെ ഒരു വികാരിയച്ഛൻ്റെ കസേരയിൽ ആരെങ്കിലും കയറി ഇരുന്നു പോയാൽ we know what will happen and what the next happen. 2 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ boy became restless. അപ്പം അങ്ങോട്ട് നോക്കിയപ്പോൾ 1 seat was vacant. പോപ്പിൻ്റെ കസേര വെറുതെ കിടക്കും. The boy walked up and sat on the Pope's chair. The Pope had a look and he smiled. He did not do anything. He just smiled to the boy who was sitting on Pope's chair. ഇവിടെയാണെങ്കിൽ ആ ബോയ് പിന്നെ വേദപാഠ ക്ലാസ്സിൽ പോലും ഇരിക്കുകയല്ല, അല്ലേ? അച്ഛനവനെ പുറത്താക്കി കഴിഞ്ഞു. So how the Pope was generous, taking people to his hearts. So this is what the teacher also has to do. You have to take your student close to your heart. That is the best way of creating the best equation with your students. Let me, now I think that it is 12:45 is the time. I will take just 5 more minutes to finish. Otherwise, Father John will not invite me again. Because if I break the time schedule. So, what I am, as a word of conclusion, what I would like to tell you is that teaching is essentially a profession. It is essentially a profession, which I made a mention of. What do you mean by to profess? The dictionary meaning to profess means to lay claim to quality. That is why we call someone as a professor, isn't it? Professors should feel humble and often ashamed, because they know that they cannot lay a claim to quality often. Title is there as professor. So profess means to lay claim to quality. So a professional is one who can, on the basis of his competency, lay claim to quality. So a teacher should be a professional, which means he must be profound. Teacher must be professional, and because he is a professional, he must feel profound. He must be profound, knowledgeable, competent, precise, and capable. This is what we expect of a professional. That is what we expect of a teacher also. To be professional, to be qualified, to be competent, to be knowledgeable, to be precise, and to be capable.